നമസ്കാരം. ഏതാനും മണിക്കൂറുകൾക്കകം പശ്ചിമേഷ്യ കുരുതിക്കളമാകാൻ പോവുകയാണ്. അമേരിക്ക രണ്ടും കൽപ്പിച്ചുകൊണ്ട് കരയുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. മാർച്ച് 27 തന്നെ USS ട്രിപ്പോളി ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിയിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള യുദ്ധസന്നദ്ധതയൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രകടമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. USS ട്രിപ്പോളിയിൽ അവരുടെ റാപ്പിഡ് ഫോഴ്സ് 9/11 റാപ്പിഡ് ഫോഴ്സിൽ വളരെ കരുത്തരായിട്ടുള്ള റാപ്പിഡ് ഫോഴ്സ് ഇപ്പോൾ റെഡിയായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ തുറുപ്പ് ചീട്ടാണ് റാപ്പിഡ് ഫോഴ്സ്. എത്രയും പെട്ടെന്ന് സജ്ജീകരിക്കുവാൻ പറ്റുന്ന ഒരു സേനാ വിഭാഗമാണിത്. 3500ഓളം മറൈനീസിനെയും കൊണ്ടുള്ള അമേരിക്കയുടെ മിന്നൽ ആക്രമണത്തിനാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഏറെ ജാഗരൂകമായിട്ടാണ് ഇപ്പോൾ ലോകം ഈ വാർത്തയെ ശ്രമിക്കുന്നത്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വളരെയധികം ജാഗ്രതയോടുകൂടി ഇറാനെതിരെ അമേരിക്കയുടെ നീക്കത്തെ ലോകം നോക്കിക്കാണുന്ന ഒരു സമയം തന്നെയാണ് ഇത്. എന്തായാലും 9/11 ഫോഴ്സ് അമേരിക്ക ഇറാന് നേരെ അയച്ചിട്ടുണ്ട്. എന്തായാലും F-35 ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ ജെറ്റ്സ്, M-22 ഓസ്പ്രേ എയർക്രാഫ്റ്റും ഹെലികോപ്റ്റേഴ്സും അടങ്ങുന്ന 3500 പേരുടെ മറൈനീസ് ഉൾപ്പെടെയുള്ള റാപ്പിഡ് ഫോഴ്സ് USS ട്രിപ്പോളിയിൽ ഇപ്പോൾ ഇറാന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കകം തന്നെ ഇറാന് നേരെ ആദ്യ വെടി പൊട്ടും എന്ന ഉറപ്പാണ്. എന്തായാലും അടുത്ത ഒരു 10 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ട്രംപ്. എന്നാൽ ഈ ഒരു വെടിനിർത്തൽ അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു നീക്കം എന്ന് പറയുന്നത്. അമേരിക്ക അതിനോടൊപ്പം തന്നെ 82 എയർബോൺ ഡിവിഷൻ, അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫ്രാൻസിൽ നിന്ന് നാസികളെ ഒഴിപ്പിച്ച 82 എയർബോൺ ഡിവിഷനും, അങ്ങനെ ഇറാനെ ഭസ്മീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ അമേരിക്ക പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലും കൂടി ഒപ്പം ചേരുന്നതോടുകൂടി ഇറാനിനെ പിടിച്ചു പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് ഇറാൻ ഇതിനെതിരെ നീങ്ങുവാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതായത് ബാബൽ മന്ദബ് ഇടനാഴിയിലേക്ക് ഒരു ആക്രമണം, അതായത് യമൻ്റെ ഭാഗത്തുനിന്ന് ഹൂതികൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും കപ്പൽ ഈ ഭാഗത്തൂടെ പോകുകയാണെങ്കിൽ തീർച്ചയായും ആ കപ്പലിനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഹൂതികളെ ഇറാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായിട്ട് ഹൂതികൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഹമാസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. കാരണം ഹൂതികൾക്കും ഹമാസിനും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഏർപ്പെട്ടു പോയ ഒരു കാലമാണ്. ഇനി സനയ്ക്ക് മറ്റൊരു ആക്രമണം നേരിടുവാനുള്ള ശേഷി തന്നെ ഇല്ലാത്ത ഒരു കാലത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് ഹൂതികൾ ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇറാൻ ഏറെക്കുറെ അസ്തമിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണ്. എന്തായാലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും കപ്പലുകൾ ഈ ഭാഗത്തുകൂടെ പോയാൽ തീർച്ചയായിട്ടും ആ കപ്പൽ ആക്രമിക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റൂട്ടാണ് ഇത്. ജിബൂട്ടിക്കും യമനും ഇടയിലുള്ള ബാബൽ മന്ദബ് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൽ വലിയൊരു അളവ് ഇതുവഴിയാണ് പോകുന്നത്. ചെങ്കടലിലേക്ക് തുറക്കുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ സൂയസ് കനാലിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്, യൂറോപ്പിലേക്കായാലും ആഫ്രിക്കയിലേക്കായാലും അമേരിക്കയിലേക്കായാലും ഒക്കെ പോകുന്ന എല്ലാ ചരക്ക് ഗതാഗതത്തിനും തടയിടുവാനാണ് ഇറാൻ്റെ ഇപ്പോഴുള്ള നീക്കം. ഹോർമോസ് അടച്ചിട്ടപ്പോൾ തന്നെ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഭിമുഖീകരിച്ച ഗ്യാസ് പ്രതിസന്ധി, LPGയുടെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ പെട്രോളിയം പ്രതിസന്ധിയെക്കുറിച്ചും നമുക്ക് അറിവുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ ബാബൽ മന്ദബ് കൂടി അടച്ചിട്ടാൽ ലോകം അടിമുടി നിശ്ചലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലാണ് ഇറാൻ്റെ ഒരു ആക്രമണം. എന്നാൽ ഇതൊന്നും മൈൻഡ് വയ്ക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറല്ല. അമേരിക്ക ആക്രമണത്തിന് റെഡിയായി ഇപ്പോൾ നിൽക്കുകയാണ്. ആദ്യം ഒരു 10 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഈ ഒരു യുദ്ധത്തിൽ വെച്ചത്, അത്തരത്തിലുള്ളൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 15-ന്
ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നു. ഇറാൻ കീഴടങ്ങുന്നതും അതോടൊപ്പം തന്നെ ഭരണമാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വച്ചപ്പോൾ ഇതൊന്നും ഇറാന് തയ്യാറല്ല. മറിച്ച് ഇറാൻ ഒരു 5 ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നേ വെച്ചു. അമേരിക്കയ്ക്ക് 5 ഡിമാൻഡുകൾ വച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം തന്നെ മധ്യേഷ്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതോടൊപ്പം ഇറാന് ഈ യുദ്ധം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര ചെലവായിട്ടുണ്ടോ, എത്ര നഷ്ടമുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇറാന് മടക്കി കൊടുക്കണം. അങ്ങനെ ചില ആവശ്യങ്ങളായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ ആവശ്യങ്ങളെല്ലാം തള്ളിയിരിക്കുകയാണ് അമേരിക്ക. ഇനി ഇറാന് നേരെയുള്ള മിന്നൽ കരയാക്രമണം എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന വിവരം. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കയുടെ അതിശക്തമായ ഒരു ആക്രമണം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിശക്തമായിരിക്കും, വളരെ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണമായിരിക്കും. ഇപ്പോൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ഒരു പ്രതീക്ഷയും കൂടാതെ എപ്പോൾ ആക്രമിക്കുന്നു, എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും ആക്രമണം അതൊരു അതിശക്തവും വളരെ പെട്ടെന്നുണ്ടാകുന്നതുമായ ഒരു ആക്രമണം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി ഇറാനെ നേരെ ആക്രമിക്കാതെ രക്ഷയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. താലിബാനെതിരെയും അതോടൊപ്പം തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികളെ തറപറ്റിച്ച ഒരു പ്രകടനമുണ്ട്. ആ പ്രകടനം തിരിച്ചെടുത്തേ മതിയാകൂ എന്ന് ഇറാൻ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ആണവോർജത്തെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തില്ല എന്നുള്ളത് ഇറാൻ വിട്ടുകളയുന്നു. പക്ഷേ സന്ധി സംഭാഷണത്തിനിടയിൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത്? അങ്ങനെ ഒരു രാജ്യത്തിന് അതായത് അമേരിക്ക കാണിച്ച ഈ ചെയ്തിക്ക് ഇറാന് ഒരിക്കലും പൊറുക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ ഇറാൻ്റെ ശക്തമായ ആക്രമണം തന്നെ അമേരിക്ക നേരിടേണ്ടി വരും. എന്തായാലും അമേരിക്കയുടെ USS ട്രിപ്പോളി ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. F-35 ഉൾപ്പെടെയുള്ള അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, ആ ആയുധങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ ഭസ്മമായി പോകും ഇറാൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാൻ ഇപ്പോൾ തന്നെ ആക്രമിക്കുന്നത് റഷ്യയുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ്. രഹസ്യമായി റഷ്യ കൈമാറിയ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ്. അതാണ് ഡീഗോ ഗാർഷിയയിലേക്ക് അടക്കം അയച്ച ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈൽ. അങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഇറാന് നൽകിയത് റഷ്യയാണ്. അപ്പോൾ ഇറാൻ്റെ സൈനിക സമ്പത്ത് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു സൈനിക സമ്പത്താണ്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി വളരെ ശക്തമായ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അവർ മധ്യേഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും ആക്രമണം നടത്തിയത് വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഇരുന്നു. ആ ആക്രമണത്തിൽ അമേരിക്ക ഞെട്ടുകയും ചെയ്തു, ഇസ്രായേലും ഞെട്ടി. അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്തേക്ക് നടത്തിയ ക്ലസ്റ്റർ ബോംബ് ആക്രമണം തീർച്ചയായിട്ടും ഇസ്രായേലിനെ അടിമുടി വിറപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന, ഏറ്റവും ശക്തമായ ചാരസംഘടന സ്വന്തമായിട്ടുള്ള ഇസ്രായേലും അതോടൊപ്പം തന്നെ വളരെ അടിത്തറയുള്ള വളരെ വിപുലമായ ചാരസംഘടനയായ CIA ഉള്ള അമേരിക്കയും ഇറാൻ്റെ മുന്നിൽ മുട്ടുവിറയ്ക്കുകയായിരുന്നു. ഇറാൻ്റെ ഇടക്കാലത്തുള്ള ഈ യുദ്ധവൈദഗ്ധ്യം കണ്ടിട്ട് എവിടെയാണോ അടിക്കേണ്ടത് അവിടെ തന്നെ ഇറാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് അടുത്തേക്ക് നടത്തിയ ആക്രമണം, ദിമോണയിൽ നടത്തിയ ആക്രമണം അതിശക്തമായ ആക്രമണം തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഭാരതത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ദിമോണ കേന്ദ്രീകരിച്ചുകൊണ്ട് താമസിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സഹോദരന്മാരാണ് അവർ താമസിക്കുന്ന ഇടമാണ് ദിമോണ. ആ ദിമോണയ്ക്കടുത്തേക്കാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആക്രമണം ഉണ്ടായത്. ഭാരതീയരെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നില്ല ആ ആക്രമണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അതോടൊപ്പം തന്നെ ബെൻഗുരി എയർപോർട്ടിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം, ആ എയർപോർട്ട് അടച്ചിടേണ്ടി വന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെയാണ് ഇത്. അതോടൊപ്പം തന്നെ ടെല്ലവീവിൽ നടത്തിയ ക്ലസ്റ്റർ ബോംബ് ആക്രമണം, ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ഇറാന് നേരെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശക്തമായ ആക്രമണം ഉണ്ടായി. 15,000-ത്തിലധികം ആക്രമണങ്ങളാണ്, ബോംബുകളാണ് ഇറാൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വർഷിച്ചത്. എന്തായാലും ഇറാൻ ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ വീര്യം അവസാനിക്കുന്നില്ലെന്നാണ്. ഖാർഗ് ഐലൻഡിലേക്കുള്ള അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പോലും ഇറാൻ്റെ ഓയിൽ സംഭരണിക്ക് വലിയ പ്രശ്നമൊന്നും പറ്റില്ല. പെട്രോ ഡോളറിലൂടെ ഇറാൻ ഇപ്പോഴും കാശ് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാഡോ ഫ്ലീറ്റ്സിലൂടെ ചൈനയ്ക്ക്
ഈ എണ്ണ നൽകിക്കൊണ്ട്, ഊർജം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് കാശ് സമ്പാദിക്കുന്നുണ്ട് ഇറാൻ. എന്നാൽ ഇറാൻ ആയിക്കോട്ടെ ഇതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറല്ല. യുദ്ധത്തിൽ നിന്ന് ഇറാൻ എത്ര തന്നെ നഷ്ടമുണ്ടായാലും ഇതിൽ നിന്ന് പിന്മാറുവാൻ കഴിയില്ല. ഹോർമൂസ് ഇന്ത്യയെ പോലെയോ അല്ലെങ്കിൽ റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസ് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം മറ്റൊരു രാജ്യത്തിനും ഹോർമൂസ് തുറന്നു കൊടുക്കില്ല. ഇനി മറുവശത്ത് ചെങ്കടലിലേക്കുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബാബൽ അൽ മന്ദബിലേക്ക് സജ്ജീകരിച്ചിരിക്കുന്ന ഹൂതികളുടെ ആക്രമണം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം ഇറാന് മുന്നിൽ വിറയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, അമേരിക്ക എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇനി ലോകത്തിൻ്റെ ഗതിവിഗതികൾ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും അത് ഇറാന് അതിജീവിക്കുവാൻ കഴിയുമോ ഇല്ലേ എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.